ഇന്ന് ഞാൻ സംസാരിക്കുന്ന ടോപ്പിക് വന്നിട്ട് നിങ്ങൾക്ക് ഏറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കാണാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഉറക്കണിറ്റപാട് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം, എന്നിട്ട് നമ്മുടെ ഫേസിൽ അത് ഫിക്സ് ചെയ്ത് വെക്കാം. ഫിക്സ് ചെയ്ത് വെച്ച് അത് ഫിക്സ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ അത് വേഗം തന്നെ താഴേക്ക് വീഴുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡ്രൈ സ്കിന്നാണ്. സെക്കൻഡ് വന്നിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പം ചീക്കിലും അങ്ങനെ ഫേസിൻ്റെ ഭാഗത്തൊക്കെ ആ ഒരു ടിഷ്യൂവിൻ്റെ ഭാഗത്തൊക്കെ ഓയിലിൻ്റെ ഇത് കാണുന്നുണ്ട്, ഓയിലിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓയിലി സ്കിന്നാണ്. ദെൻ വന്നിട്ട് നിങ്ങളുടെ ഫോർഹെഡ് ടു നോസ് ബ്രിഡ്ജ് വരെയുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് ആ ടിഷ്യൂവിൽ ഓയിലിൻ്റെ കൺസിസ്റ്റൻസി ഉള്ളതെങ്കിൽ നിങ്ങൾക്കൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് ടൈപ്പ് നോക്കി അതിനനുസരിച്ചിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് മാത്രം വാങ്ങി യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് ഉണ്ടാവും. സ്കിൻ ബ്രേക്ക് ആവും, ഏജ് തോന്നിക്കും, അങ്ങനെ ഒരുപാട് ഡള്ളാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫുൾ വീഡിയോയുടെ ലിങ്ക് ഉണ്ട് താഴെ, ആവശ്യമുള്ളവർ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര എന്താ പറയുക ഫ്ലാക്കിയാണ്, അതുപോലെ ഇങ്ങനെ അടർന്നു വരുന്ന പോലെയൊക്കെ ഉണ്ട് ഫേസ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രൈ സ്കിന്നാണ്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നിങ്ങളുടെ സ്കിന്ന് നല്ല ഷൈനി ഒക്കെയാണ്, നല്ല സൂപ്പറാണ്, ഭയങ്കര ഗ്ലോയി ആണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ തീർച്ചയായിട്ടും ഒരു ഓയിലി സ്കിന്നാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള അതേ ഓയിലി സ്കിൻ തന്നെയാണ് ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു നിർബന്ധമില്ല. ബോഡിയിൽ സ്കിൻ ടൈപ്പ് മാറ്റം ഉണ്ടാവും. ചിലവർക്ക് അത് ഡ്രൈ തന്നെ ആയിരിക്കും, ചിലവർക്ക് അത് ഓയിലി ആയിരിക്കും. അങ്ങനെ ഒരുപാട് മാറ്റം ബോഡിയിൽ നിന്ന് നമുക്ക് ചേഞ്ച് ആയിട്ടുണ്ടാവും കേട്ടോ. ഫേസിലുള്ള പോലെ തന്നെ ആവണമെന്നില്ല ബോഡിയിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിന്നുകാർക്കാണെങ്കിൽ നമുക്ക് എപ്പോഴും ഈ ഒരു ഫോർഹെഡ് ടു നോസ് ബ്രിഡ്ജ് എപ്പോഴും ഷൈനി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഓയിലി സ്കിൻ ഉള്ളവർക്കാണ് ഏറ്റവും പ്രോബ്ലംസ് ഉള്ളത്. നമ്മൾ മേക്കപ്പ് ചെയ്താൽ അതൊന്നും ഫിക്സായി നിൽക്കില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് എന്തൊക്കെ ടൈപ്പും ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ ആ വീഡിയോയും കൂടെ കണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. കാരണം എങ്ങനെയാണ് ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യാന്ന് എല്ലാവർക്കും അറിയണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കൂ. അപ്പോൾ ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കുമായി കാണുന്നവർ എല്ലാവർക്കും ബൈ.